പോവാം. റെഡി? ഡിസംബർ 31 എന്ത് പ്രത്യേകത അറിയോ? എല്ലാവർക്കും ഇയർ എൻഡിങ് അല്ലേ? പക്ഷെ എനിക്ക് ഇച്ചാൻ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ പാരന്റ്ഹുഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ്. ആൾക്കാരെ ഞങ്ങൾക്ക് ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇയറിന് 31 തീയതിക്ക് എൻ്റെ പുത്രന് 5 വയസ്സ് തികയാണ്. എനിക്ക് ഇച്ചാൻ ഇത് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല. കാരണം ഇന്നലെ അവനെ നമ്മുടെ കയ്യിൽ കിട്ടിയ പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിക്കാം. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാനും ചിഞ്ചും ചച്ചുമോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ജോഡി ഡ്രസ്സാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ ഇത് രണ്ടും നമ്മൾ എടുത്തില്ല. ചെക്കന് ടൈ ഉള്ള ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈയോട് കൂടെ ഡ്രസ്സാണ് നോക്കിയിട്ട്, പക്ഷെ നമുക്ക് ഡ്രസ്സായിട്ട് അങ്ങനെ സെറ്റായിട്ട് കിട്ടിയില്ല. സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നു. ഈ ഷർട്ടല്ല, ഷർട്ടും വേറെയാണ്. അത് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ കാണാം കേട്ടോ. അതെന്തായാലും നമ്മൾ വ്ളോഗ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബില്ലടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ പുത്രൻജി വേറൊരു കാര്യത്തിലേക്ക് ഞങ്ങളെ ഇറക്കി കൊണ്ടുപോയിരുന്നു. ഏതാ സംഭവങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വേറെ എവിടേക്കല്ല, അവന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ കംഫർട്ടബിൾ ആയിട്ടുള്ള അവൻ്റെ ആ ഷോപ്പ് അതിലേക്ക് ഞങ്ങളുടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ അവൻ്റെ ഷർട്ട് അവൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഷർട്ടും പിടിച്ച് ആളങ്ങോട്ട് ഫ്രണ്ടിൽ പടനായകനെ പോലെ പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇമ്മി മോനും കൂടി വഴക്കായി. മെനു കാർഡ് നോക്കാൻ വേണ്ടി, വേറെ ഒന്നുമല്ല. അവസാനം അവന് വേണ്ട സംഭവം ഫ്രഞ്ച് ഫ്രൈസ്, വേറെ പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ല. മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മണി അടിക്കണം. അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ വരാം. അങ്ങനെ ചോദിച്ചപ്പോൾ മണി അടിക്കാണ് കേട്ടോ. അങ്ങനെ അടുത്ത മണിയോട് കൂടി ഇവിടെ കലാപരിപാടി അവസാനിക്കാൻ പോവാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് വന്നു. ഇനി ചെക്കൻ അത് കഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.